അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളി ടേസ്റ്റുള്ള രണ്ട് പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഞാൻ സെയിൽ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. പെട്ടെന്ന് വന്ന് ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിലും അതല്ലെങ്കിൽ നമുക്ക് ഗസ്റ്റ് വരികയാണെങ്കിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. പിന്നെ ഇപ്പോൾ മാംഗോൻ്റെ സീസണാണല്ലോ, അപ്പോൾ ഒരു മാംഗോ ഡിലൈറ്റും ഒരു ടെൻഡർ കോക്കനട്ട് വെച്ചിട്ടുള്ള ഒരു പുഡിങ്ങുമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചൈന ഗ്രാസ് സോക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 20 ഗ്രാം ചൈന ഗ്രാസാണ് എടുത്തിട്ടുള്ളത്. ഒരു ലിറ്റർ പാല്, 2 പാക്കറ്റ് പാലിന് വേണ്ടിയിട്ട് 20 ഗ്രാം ചൈന ഗ്രാസ്. 20-25 ഗ്രാം വരെ എടുക്കട്ടോ. നമുക്ക് ചൈന ഗ്രാസ് പുറത്ത് കൊടുക്കാനുള്ള പുഡിംഗ് ആണെങ്കിലും ഇതേപോലെ നമുക്ക് കുറച്ച് നേരം വെച്ചിട്ട് സെർവ് ചെയ്യണതാണെങ്കിലും നമുക്ക് 25 ഗ്രാം വരെ എടുക്കട്ടോ. അങ്ങനെ ഞാൻ അത് വെള്ളത്തിൽ നികക്കെ ചൈന ഗ്രാസിൻ്റെ മുകളിൽ വെള്ളം വരുന്ന വരെ ആ രീതിയിൽ വെള്ളം ഒഴിച്ച് വെച്ചു. ഒരു 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്ക് നമുക്ക് പാലൊന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം. നല്ലോണം തിളക്കണ്ട. ഈ പുഡിങ്ങിനൊന്നും പാല് നല്ലോണം തിളക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു 3 ഇളനീൻ്റെ പൾപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് നല്ലോണം എന്താ പറയുക നൈസായിട്ട് അരക്കണ്ട, ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഒന്ന് തരിതരിയേനെ അരച്ചെടുക്കുക. ഞാൻ ഇളനീൻ്റെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുകയാണ്. അതിലേക്ക് ഞാൻ നല്ലോണം ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കട്ടെ. ഞാൻ മിൽക്ക് മെയ്ഡ് ആദ്യം ഒഴിച്ചു കൊടുക്കാൻ മറന്നു. അപ്പോൾ ഞാൻ പിന്നെ പഞ്ചസാര ഇട്ട് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഓർമ്മയത്. അപ്പോൾ പിന്നെ മധുരം കയറുമല്ലോ. അപ്പോഴേക്കും ഞാൻ മിൽക്ക് തിളക്കാൻ വെക്കുന്ന സമയത്ത് തന്നെ ഇത് 10 മിനിറ്റ് കൊണ്ട് സോക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അപ്പുറത്തെ ഗ്യാസ് സ്റ്റൗവിൽ നമ്മൾ ചൈന ഗ്രാസും വെച്ചു. ഇനി അത് ചെറിയ ഫ്ലെയിമിലാണ് കേട്ടോ ചൈന ഗ്രാസ് വെച്ചിട്ടുള്ളത്. അവിടെ ഇരുന്നൊന്ന് ചൂടാവട്ടെ. കാരണം മിൽക്ക് തിളക്കുന്ന ടൈമിൽ ചൈന ഗ്രാസ് ചൂടായാൽ മതി. അപ്പോഴേക്കും അത് മെൽറ്റായി വരും. അപ്പോൾ ഞാൻ 2 പാക്കറ്റ് പാലിന് 2 കപ്പ് പഞ്ചസാരയും 1/2 ടിന്ന് മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 1.5 കപ്പ് പഞ്ചസാരയും 1/2 ടിന്ന് മിൽക്ക് മെയ്ഡും ആണെങ്കിൽ തന്നെ പാകത്തെ മധുരമായിരിക്കും. നല്ല മധുരം വേണമെങ്കിലാണ് 2 കപ്പ് പഞ്ചസാരയും 1/2 ടിന്ന് മിൽക്ക് മെയ്ഡും. മിൽക്ക് മെയ്ഡ് കൂടുതൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പഞ്ചസാര നമുക്ക് കുറക്കാം. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ചത് വീഡിയോ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കറക്റ്റ് അളവാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. 1 പാക്കറ്റ് പാലിനാണ് ഞാൻ പറഞ്ഞത്. ഒരു പാക്കറ്റ് പാലിന് 1 കപ്പ് പഞ്ചസാര. ഇത് 2 പാക്കറ്റ് പാലാണ്. അപ്പോൾ 2 കപ്പ് പഞ്ചസാരയും 1/2 ടിന്ന് മിൽക്ക് മെയ്ഡും. ഇപ്പോൾ കണ്ട ചൈന ഗ്രാസ് ഇങ്ങനെ മെൽറ്റായി വരും. ഞാൻ ചെറിയ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ഞാൻ പതുക്കെയാണ് കേട്ടോ ഞാൻ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പാല് തിളച്ചിട്ടില്ല. തിളക്കണീൻ്റെ മുന്നേ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. രണ്ടും ഒരേ ചൂട് വേണം, അല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകും. പിന്നെ പതുക്കെ ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ ചൈന ഗ്രാസ്. എന്നിട്ട് ഞാൻ ഗ്യാസ് സ്റ്റവ് ചെറിയ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ആ ഇളനീൻ്റെ പൾപ്പ് അരച്ച് വെച്ചതും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഗ്യാസ് സ്റ്റവ് ഓഫാക്കിയതിൻ്റെ ശേഷം ചൂടോടെ തന്നെ ഞാൻ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇതൊരു 35 ആൾക്ക് കഴിക്കാനൊക്കെ ഉണ്ടാവും കേട്ടോ. ഈ ട്രേ ഇത് കുറച്ച് വലിയ ട്രേ ആണ്. എന്നിട്ട് ഞാനതൊന്ന് കയ്യിൽ ഒട്ടാത്ത രൂപത്തിലായ സമയത്താണ് ഞാൻ പിന്നെ ഇതിലേക്ക് ഇളനീൻ്റെ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത ഇളനീൻ്റെ കഷ്ണങ്ങളും കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും ചെറുതായി കട്ട് ചെയ്തത് അതും ഇതിലേക്കൊന്ന് ഗാർണിഷ് ചെയ്തിട്ടാണ് ഞാൻ പിന്നെ ക്ലീൻ റാപ്പ് ചുറ്റിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത് കേട്ടോ. 2 മണിക്കൂർ ഇരുന്നാൽ തന്നെ അത്യാവശ്യം തണുപ്പാവും ചെയ്യും, സെറ്റാവും ചെയ്യും. ഇനി ഞാൻ മാംഗോ വെച്ചിട്ടുള്ള പുഡിങ്ങാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 മാങ്ങ നല്ല മധുരമുള്ളത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 പാക്കറ്റ് പാലും പിന്നെ മിൽക്ക് മെയ്ഡ് ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് ഒരു തരിതരേനെ ക്രഷാക്കി എടുക്കുക. നല്ലോണം പേസ്റ്റാക്കി ഇറക്കണ്ട. എന്നിട്ട് ഞാൻ അതിലേക്ക് മാങ്ങ ഒന്ന് ചൂടാക്കി എടുക്കണം. നമുക്കതിൻ്റെ പച്ചച്ചവ മാറുന്നതിന് വേണ്ടിയിട്ട് ചൂടാക്കില്ല, നല്ലോണം വേവിച്ചെടുക്കണം. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡറും പാലിൽ കലക്കിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര, അല്ലെങ്കിൽ ഒരു 1/2 ടിന്ന് മിൽക്ക് മെയ്ഡ്. ഞാൻ മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നല്ലോണം മധുരമുള്ള മാങ്ങയാണെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. 1/2 ടിന്ന് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ആദ്യം ഒഴിച്ചതിൻ്റെ ബാക്കിയുള്ളതാണ്. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുറുക്കിയെടുക്കുക. എന്താ പറയുക, നല്ലോണം ഒരു സോസ് രൂപത്തിലായി കിട്ടണം. വെള്ളം ചേർക്കാൻ പറ്റില്ല. പാലിലാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. പാലിൽ മധുരം ഇട്ടത് കാരണം നമുക്ക് നോക്കിയിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി, മിൽക്ക് മെയ്ഡ് ആണെങ്കിലും. അപ്പോൾ കണ്ട ഈ തള വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും കുറുകിയ തളയാണ്. അതിൻ്റെ ശേഷം ഞാൻ ഗ്യാസ് സ്റ്റവ് ഓഫാക്കി. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓഫാക്കാം. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ഇനി നമുക്ക് ബ്രെഡിലാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബ്രെഡ് മുക്കാനൊരു സോസ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 പാക്കറ്റ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇതേപോലെ തന്നെ 1/2 ടിന്ന് മിൽക്ക് മെയ്ഡ്, അല്ലെങ്കിൽ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇതൊരു നമുക്ക് ബ്രെഡ് മുക്കിയെടുക്കാനുള്ള ഒരു സോസാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഞാൻ 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവറാണ് കലക്കി ഒഴിക്കുന്നത് കേട്ടോ. 2 to 3 ടേബിൾ സ്പൂൺ വരെ കലക്കി ഒഴിക്കാൻ നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. കാരണം നല്ല കട്ടിയാവാൻ പറ്റില്ല മാംഗോൻ്റെ പോലെ.
നമുക്ക് നല്ലൊരു കട്ടി സോസാണ് വേണ്ടത്, മാംഗോൻ്റെ പോലെയുള്ളതല്ല, ഒരു ലൈറ്റ് കട്ടിയായിട്ടുള്ളത്. എന്നിട്ട് ഞാനിത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് സിമ്മിലാക്കി വെച്ചിട്ട് വേവിച്ചെടുക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇത് അടിയിൽ പിടിച്ച് പോകും. എന്നിട്ട് ഞാൻ ഈ സോസിലാണ് ഞാൻ എന്താ പറയുക ബ്രെഡിനെ മുക്കിയെടുക്കണത്. അപ്പോൾ ബ്രെഡ് 4 സൈഡും കട്ട് ചെയ്തിട്ട് നമ്മൾ ഏതിലാണോ ഞാൻ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കണമല്ലോ, അപ്പോൾ ഏതിലാണോ കൊടുക്കുന്നത് അതിലേക്കാണ് ഞാൻ സെറ്റ് ചെയ്യണത്. അപ്പോൾ ആദ്യം ഞാൻ മാംഗോൻ്റെ പൾപ്പ് നല്ലോണം ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചൂടാറിൻ്റെ ശേഷമാണ് ഞാൻ ഗ്ലാസ് ബൗളാണിത് ഇതിലേക്ക് സെറ്റ് ചെയ്യണത്. കുറച്ച് നല്ല വലിയ ബൗളാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് സെറ്റ് ചെയ്താൽ ഒരു 10-30 ആൾക്കാരൊക്കെ കഴിക്കും. അങ്ങനെ ഞാൻ ബ്രെഡ് ഈ സോസിൽ മുക്കിയിട്ടാണ് ഞാൻ കണ്ടോ, സോസ് അതിൽ മുക്കിയിട്ടാണ് ഞാൻ ഈ മാംഗോൻ്റെ പൾപ്പിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കുന്നത്. നല്ലോണം മുക്കിയിട്ട് വെച്ചുകൊടുക്കുക കേട്ടോ. നല്ലോണം ഫില്ലാക്കിയിട്ട് എല്ലാ എന്താ പറയുക ഗ്യാപ്പും ഫില്ലാക്കിയിട്ട് വെച്ചുകൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള സോസ് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചേ ബാക്കി ഉണ്ടായിട്ടുള്ളൂ. അതാ ഈ പരിവാണ് കേട്ടോ വേണ്ടത്. അങ്ങനെ അതിൻ്റെ ശേഷം ഞാൻ പിന്നെ ഈ മാംഗോൻ്റെ പൾപ്പ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കണമെങ്കിൽ സെറ്റാക്കാം, അല്ലെങ്കിൽ അപ്പം തന്നെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഞാൻ മിൽക്ക് മെയ്ഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്, വേണമെങ്കിൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് ഞാൻ ഒന്ന് സെറ്റാക്കണമെങ്കിൽ സെറ്റാക്കാം. ഞാൻ സെറ്റാക്കാതെ തന്നെ മാംഗോ പൾപ്പ് ഇതിൻ്റെ മുകളിൽ നല്ലോണം ഒഴിച്ചു കൊടുത്തിട്ട്, ഇപ്പോൾ 3-ാമത്തെ ലെയറാണ്, അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഞാനൊന്ന് ഫ്രിഡ്ജിൽ സെറ്റാക്കാൻ വെക്കുന്നുണ്ട്. ഏകദേശം ഒരു 3/4 ഭാഗത്തോളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ലെവലാക്കിയിട്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ സെറ്റാക്കാൻ വെക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാനൊരു ഫ്രൂട്ട്സിൻ്റെ ഒരു ലെയർ കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലോണം ഫില്ലാക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ പൾപ്പ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ ആ പരുവ് എത്രയാണെന്ന്. അതുവരെ നമ്മൾ അങ്ങനെ കുറുക്കിയെടുക്കണം. സെറ്റാക്കിയാൽ പിന്നെ എന്താണെന്നറിയോ, ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയാൽ നമുക്ക് ഇതിൻ്റെ അടിയത്തെ ഭാഗത്തുനിന്ന് ഇങ്ങനെ തെളിഞ്ഞ് വരില്ല, അത് സെറ്റായിട്ടുണ്ടാവും. ഇത് സെറ്റാക്കാതെ ഒഴിക്കണതുകൊണ്ടാണ് നമുക്കിത് ഫില്ലാവാൻ കുറച്ച് ബുദ്ധിമുട്ട്. സെറ്റാവുകയാണെങ്കിൽ എളുപ്പമുണ്ട്. പിന്നെ ഞാനിത് പെട്ടെന്ന് കൊടുക്കണ പുഡിങ് ആയതുകൊണ്ടാണ് ഞാൻ സെറ്റാക്കാനൊന്നും സമയം ഉണ്ടായില്ല, കാരണം ഇത് വെച്ചിട്ട് തണുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് ചെയ്തെടുത്തിട്ട് സെറ്റാക്കിയിട്ടാണ് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ എല്ലായിടവും ലെവലാക്കിയിട്ട് പിന്നെ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 3/4 ഭാഗത്തോളമല്ല, ഏകദേശം ഫില്ലാവണ വരെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്കൊരു ഫ്രഷ് ക്രീം വെച്ചിട്ട് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നമുക്കൊരു ഒരു ലെയറും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ അത്യാവശ്യം നമ്മളിതിൻ്റെ പൾപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് മറ്റേത് ഞാൻ ഫ്രിഡ്ജിക്ക് വെച്ച് സെറ്റാക്കാൻ വെച്ചു. ഇനി നമുക്ക് ഈ പൾപ്പും ക്രീമും കൂടി നല്ലോണം മിക്സ് ആക്കി എടുത്ത് വെച്ചു. അതിൻ്റെ ശേഷം ഞാൻ കുറച്ച് ഉറുമാമ്പഴം, കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും മാംഗോയും ചെറുതായി കട്ട് ചെയ്തതാണ് മാംഗോ, ഇതെല്ലാം കൂടി അടുത്ത ലെയറാക്കി കൊടുക്കുന്നുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് പറഞ്ഞാൽ കിവി, ഫിഗ്, അത്തിപ്പഴം ഉണ്ടല്ലോ, അത് അങ്ങനെ എന്തൊക്കെ നമ്മളെ കയ്യിലുള്ള വെച്ചെങ്കിൽ അതൊക്കെ. മുന്തിരി ഇല്ല കേട്ടോ, ഉണക്കമുന്തിരി ഇല്ല, അതല്ലാത്തതൊക്കെ ചെറുതായി കട്ട് ചെയ്തത് അതൊരു ലെയർ കൊടുത്തു. എന്നിട്ട് ഞാൻ വിപ്പിംഗ് ക്രീമിൽ മാംഗോ പൾപ്പ് ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കിയത് അതൊരു ലെയർ കൊടുത്തു. അതിൻ്റെ ശേഷം ഞാനൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയിട്ടാണ് കേട്ടോ അടുത്തത് എടുക്കുന്നത്. എന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് കാഷ്യും ബദാമും പിസ്തയൊക്കെ കൂടി ചെറുതായി പൊടിച്ചതും കുറച്ച് ഉറുമാമ്പഴം, അതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ്, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് വൈറ്റ് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ വെറും വിപ്പിംഗ് ക്രീമും ആ പൾപ്പില്ലാതെ വെറും വിപ്പിംഗ് ക്രീം മാത്രം മേലെ ഒന്നുകൂടി നമുക്ക് ലെവൽ ചെയ്ത് കൊടുക്കാം. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, സമയമില്ലാത്ത കാരണം. പിന്നെ ഞാൻ ഇതെല്ലാം കൂടി ഒക്കെ ഒന്ന് ഡെക്കറേഷൻ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയിട്ടാണ് ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. മാംഗോ പുഡിങ്ങിന് ഞാൻ 1200 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് 1300, 1400 വരെ വാങ്ങിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൊണ്ട് കേട്ടോ, നല്ല അടിപൊളി പുഡിങ്ങാണ്. പിന്നെ നിങ്ങൾ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളെ കമൻറ്റുകളൊക്കെ അറിയിക്കണം. നല്ല അടിപൊളി പുഡിങ്ങാണ് കേട്ടോ. നമുക്ക് വീട്ടിൽ ഗസ്റ്റ് വന്നാലും നമുക്ക് സെയിൽ ചെയ്യാനും നമ്മളെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന, നല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പുഡിങ്ങാണ് കേട്ടോ. മാംഗോൻ്റെ സീസണാണല്ലോ ഇപ്പോൾ, അടിപൊളി ടേസ്റ്റുള്ള പുഡിങ്ങാണ്. അപ്പോൾ ഇത്രക്കുള്ള വീഡിയോ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ.